1930 ഫിഫയുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് നടന്നതും നേടിയതും ഒരേ രാജ്യമാണ്. അത് ബ്രസീലല്ല, അർജന്റീനയല്ല, ഫ്രാൻസല്ല, ജർമ്മനിയല്ല, ദാറ്റ് ഈസ് ഉറുഗ്വായ്. അതിനുശേഷവും ഉറുഗ്വായ് ഒരു വേൾഡ് കപ്പ് നേടുകയും ചെയ്തു. ഇതിന് മുന്നേയും, അതായത് ഫിഫ ഒഫീഷ്യലി വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉറുഗ്വായ് 2 വട്ടം വേൾഡ് കപ്പ് ജയിക്കുകയും ചെയ്തു. ലൂയിസ് സുവാരസും എഡിസൺ കവാനിയും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഉറുഗ്വായ് ടീമിന്റെ 2 ആങ്കർമാൻ ഇവരായിരുന്നു. ഇവരുണ്ടെങ്കിൽ ഉറുഗ്വായ് വിൽ ബി അൺഡിസ്ട്രക്റ്റബിൾ എന്ന രീതിക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ 2026 വേൾഡ് കപ്പ് ആണെങ്കിലും 22-ലാണെങ്കിലും ഉറുഗ്വായ്ക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി പോകേണ്ട അവസ്ഥ വന്നു. പക്ഷേ ബിഫോർ സുവാരസ് ആൻഡ് എഡിസൺ കവാനി there was a man, ഒരു നീണ്ട മുടിക്കാരൻ, 2010 ജബുലാനി എന്ന പന്തിനെ തൊട്ട് തലോടി മായാജാലം കാണിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ വേൾഡ് കപ്പിൽ തന്നെ ഗോൾഡൻ ബോൾ നേടി ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി. പല ഗോൾ കീപ്പേഴ്സിന്റെയും ഉറക്കം കളഞ്ഞൊരു മനുഷ്യൻ. അയാളെ പറ്റി ഒരു ഇന്ത്യനും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ISL മുംബൈ സിറ്റി FC വേണ്ടി വന്ന് പൂണ്ട് വിളയാടിപ്പോയൊരു മനുഷ്യനുണ്ട്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അയാളെ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉറുഗ്വായ് നാഷണൽ ടീമിൻ്റെ കോച്ചാണ് അദ്ദേഹം. എന്തൊക്കെ മായാജാലം അയാളെ കൊണ്ട് കാണിക്കാൻ പറ്റും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ആൻഡ് യു നോ ദ പേഴ്സൺ ഹൂ ഇറ്റ് ഈസ്.